ലോകമലയാളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Coral Group Builders and Developers, VMJ Infrastructure, Bangalore. Re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa നമസ്കാരം. ലോകമലയാളത്തിലേക്ക് സ്വാഗതം. ലോകമലയാളം. കവിത ഇഷ്ടപ്പെടുന്ന നാവികൻ ശ്രീ മുഹമ്മദ് റിയാസ്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ ജനനം. പഠനകാലത്ത് കവിത ചൊല്ലലിൽ നിരവധി സമ്മാനങ്ങൾ. എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ട്രെയിനി നാവിഗേറ്റിംഗ് ഓഫീസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കരയിൽ നിന്നു മാറി നീണ്ട 24 വർഷത്തെ പ്രവാസ ജീവിതം. നിരവധി വിദേശ കപ്പലുകളിലും ഇന്ത്യൻ കപ്പലുകളിലും അമരക്കാരനായി. കടലിൽ നിന്നും നേടിയ അനുഭവ സമ്പത്ത് വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുത്തുകൊണ്ട് മറൈൻ കോളേജിൽ അധ്യാപക വൃത്തി. മറൈനേഴ്സ് ഫോറം എന്ന സംഘടന രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. പ്രധാന വിനോദമായ വായനയ്ക്ക് നങ്കൂരമിടാൻ ആഗ്രഹിക്കാത്ത നാവികൻ. കടലിലൂടെ ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകം കണ്ട ശ്രീ മുഹമ്മദ് റിയാസ്. ലോക മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം മർച്ചന്റ് നേവിയും നമ്മുടെ നാവികസേനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മർച്ചന്റ് നേവി പ്രധാനമായിട്ടും നമ്മുടെ ചരക്ക് നീക്കുന്നതിനും പാസഞ്ചർ നീക്കുന്നതിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ മർച്ചന്റ് നേവി എന്നുള്ള പേര് വരാനുള്ള കാരണം, ഇൻ കേസ് ഓഫ് നമ്മുടെ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സഹായം സാധാരണ നമ്മുടെ ഇന്ത്യൻ നേവി പോലുള്ള നേവികൾക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ നാവികസേനയ്ക്ക് നിങ്ങൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ മർച്ചന്റ് നേവിക്ക്, നേവി എന്ന് പറയുന്നതാണ് ഞാൻ സംശയം ചോദിച്ചത്. ഈ നേവിക്ക് നമ്മുടെ സർക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സർക്കാർ സർട്ടിഫൈ ചെയ്ത ഓഫീസേഴ്സും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഷിപ്പുകൾ മാത്രം ഓടിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇതിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് പ്രൈവറ്റ് പാർട്ടികളാണോ? പ്രൈവറ്റ് പാർട്ടികളുമുണ്ട്, ഗവൺമെന്റും ഉണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്ഥാപനമാണ് അവർ പ്രധാനമായിട്ട്. പക്ഷേ എല്ലാ കൺട്രോളിംഗ് ഓഫീസുകളെല്ലാം DG ഷിപ്പിംഗ് പോലെയുള്ള മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഗവൺമെന്റ് കൺട്രോളാണ്. അപ്പോൾ മർച്ചന്റ് നേവിയിലെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഭാരത സർക്കാർ സർട്ടിഫൈ ചെയ്ത ആളായിരിക്കണം. ഇന്ത്യയിലെ ക്യാപ്റ്റൻ അതെ എന്ന് പറഞ്ഞാൽ, അതായത് കേരളത്തിലെ മർച്ചന്റ് അല്ല, ഇന്ത്യയിലെ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ ഭാരത സർക്കാർ സർട്ടിഫൈ ചെയ്ത ഒരു ക്യാപ്റ്റൻ, പരീക്ഷ പാസ്സായി സർട്ടിഫൈ ചെയ്ത് ആളായിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻ കേസ് ഓഫ് വാർ ഇൻ കേസ് ഓഫ് എമർജൻസി, പ്രത്യേകിച്ച് സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ നാവികസേനയെ സഹായിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതെ, ബാധ്യസ്ഥരാണെന്ന് മാത്രമല്ല, അവരപ്പോൾ ഇന്ത്യൻ നേവി നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നു. അപ്പോഴും നമ്മൾ ഏത് ഷിപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഓഫീസ്. അപ്പോൾ ഈ മർച്ചന്റ് നേവി ഇന്ത്യൻ നേവിയുടെ ഒരു ഭാഗമായി മാറും. അതാണ് പറയുന്നത്. അതെ. അപ്പോൾ മർച്ചന്റ് നേവിയിൽ ചേരുന്നവർക്ക് യുദ്ധപരിശീലനം അനിവാര്യമാണോ? യുദ്ധപരിശീലനം ലഭിക്കാറില്ല. പക്ഷേ നമ്മളെ അവരുടെ മറ്റ് സഹായങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കപ്പലുകളിൽ അവരുടെ സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കാനും മറ്റുമൊക്കെയുള്ള അങ്ങനെയുള്ള, അല്ലാതെ ഈ റിയൽ ഫൈറ്റിങ്ങിനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാറില്ല. യുവതികൾക്ക് ഇതിൽ പ്രവേശനമുണ്ടോ?
ഇടയ്ക്ക് വെച്ച് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കുറെ പേരെയൊക്കെ എടുത്തു, പക്ഷെ അതൊന്നും അത്ര സക്സസ്ഫുൾ ആവാത്തതുകൊണ്ട് അവരങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല. കുറെ പേരുണ്ട്. അപ്പോ യുവാക്കൾക്ക് ഈ രംഗത്തേക്ക് വരണമെങ്കിൽ അവരെന്തൊക്കെയാണ് പഠിക്കുക, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ +2 കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ട്രെയിനിങ് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച് അതിനൊരു സീക്വൻസ് ഉണ്ട്. 1 വർഷം ഇവിടെ പഠിക്കുക, പിന്നെ ഷിപ്പിൽ പോയി ട്രെയിൻ ചെയ്യുക, പിന്നെ തിരിച്ചു വരിക, അല്ലെങ്കിൽ 3 വർഷം ഡിഗ്രി എടുക്കുക. അതിന് അപേക്ഷ കൊടുത്തിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പരീക്ഷകൾ പാസ്സാകാറുണ്ടോ? ഒരു ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സായിട്ട് പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. അതിന് മിനിമം മാർക്ക് വേണം. സാധാരണ പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നത് പോലെ തന്നെ ഇത് ബോഡി ഫിറ്റ്നസ് അങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് മെഡിക്കൽ ഫിറ്റ്നസ് ആദ്യം വേണം. കണ്ണ് കാഴ്ച വേണം, പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സ് അല്ലാത്തവർക്ക്. അപ്പൊ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഈ കപ്പലുകൾക്കും കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്കും അത് നയിക്കുന്നവർക്കും അന്താരാഷ്ട്ര നിയമങ്ങൾ പഠിച്ചിരിക്കണമെന്നില്ലേ? അതോ ഏത് നിയമമാണ് നിങ്ങൾക്ക് ബാധകം? ഇന്റർനാഷണൽ നിയമങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം ഫോറിൻ ഗോയിങ് ഷിപ്പുകൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ പല വിഭാഗത്തിലുള്ള നിയമങ്ങളുണ്ട്. ഓരോ ഷിപ്പിനെയും സംബന്ധിച്ച് പല പല നിയമങ്ങളാണുള്ളത്. അത് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഓരോ രാജ്യത്തും നമ്മൾ എത്തുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ ലോക്കൽ നിയമങ്ങളും കാണാം. അത് നമുക്ക് അപ്പോഴേ ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏജൻസ് അയച്ചു തരിക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇത് എപ്പോഴും ഇന്റർനാഷണൽ നിയമങ്ങൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ അന്താരാഷ്ട്ര കപ്പൽ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഏജൻസി ഉണ്ടോ? അത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ പല പല വിങ്ങുകളിലായിട്ടാണ് ഓരോ നിയമങ്ങൾ അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള നിയമങ്ങൾ ഇങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓരോ രാജ്യങ്ങളും റാറ്റിഫൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ റൂൾസ് ഓഫ് ദ റോഡ്, അതായത് നമ്മുടെ ഒരു ഷിപ്പ് ഓടിക്കുമ്പോൾ പാലിക്കേണ്ട റൂൾസ് ഓഫ് ദ വാട്ടേഴ്സ്, നമ്മൾ റൂൾസ് ഓഫ് ദ റോഡ്, ആക്ച്വലി ഇറ്റ് ഈസ് ROR, റൂൾ ഓഫ് ദ റോഡ് ആണ്. അവിടെ 1 വേ ഉണ്ട്. ഒരു ഷിപ്പ് 2 ഷിപ്പുകൾ തങ്ങൾ വന്നാൽ എങ്ങോട്ട് തിരിക്കണം, അങ്ങോട്ട് പോകണം, അതെല്ലാം അതിൽ റൂൾ പറഞ്ഞിട്ടുണ്ട്. 2 കപ്പലുകൾ തമ്മിൽ പാസ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഒരു മിനിമം അകലം അല്ലെങ്കിൽ മാക്സിമം അകലം എന്തായിരിക്കണം എന്നൊരു നിയമമുണ്ടല്ലോ. എത്രയാണ് ആ അകലം? അത് നമുക്ക് ഒരു ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ സിംഗപ്പൂർ സ്ട്രേറ്റ് വളരെ ഇടുങ്ങിയ ചാനലിനാണ്. അതിലൂടെ പോകുമ്പോഴേക്ക് ഷിപ്പുകൾ കുറച്ച് വേഗതയൊക്കെ കുറച്ച് നമ്മൾ വളരെ അടുത്തൂടെ പോകും. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്തൂടെയൊക്കെ ചേർന്ന് പോകാൻ പറ്റും. അതൊക്കെ വളരെ അടുപ്പമാണ്. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് പോകുന്നത്. അതിനേക്കാളും കുറഞ്ഞൊക്കെ വരാം. കാരണം ഷിപ്പ് തന്നെ ഏതാണ്ട് ഒരു 300 മീറ്റർ നീളമുണ്ട്. ഒരു ഷിപ്പിന് വലിയ ഷിപ്പ് ആകുമ്പോൾ 300 മീറ്റർ നീളമുണ്ട്. അപ്പോൾ 2 ഷിപ്പ് കൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോമീറ്ററിൽ കൂടുതലായി. അപ്പോൾ അതേസമയം നമ്മൾ ഓപ്പൺ വാട്ടറിൽ വരുമ്പം 2 മൈലെങ്കിലും ദൂരെ കൂടി പോകാനാണ് നമ്മൾ ശ്രമിക്കുക. സോ ക്യാപ്റ്റനെ കണ്ടാൽ 24 വയസ്സേ തോന്നിക്കുള്ളൂ എങ്കിലും കഴിഞ്ഞ 24 വർഷമായിട്ട് കപ്പൽ ഓടിക്കുന്ന ജോലിയിലാണ് ക്യാപ്റ്റൻ. അപ്പൊ 24 വർഷം ഇടയ്ക്കുള്ള അനുഭവത്തിൽ എപ്പോഴെങ്കിലും ഒരു കൊളീഷൻ കോഴ്സിലേക്ക് പോയിട്ടുണ്ടോ? കൊളിഷൻ, ഒരു അപകട സാധ്യതയിലേക്ക് നിങ്ങളുടെ കപ്പൽ പോയിട്ടുണ്ടോ? മറ്റു കപ്പലുമായിട്ടുള്ള ഒരു കൂട്ടിയിടി? അങ്ങനെ ക്ലോസ് ക്വാർട്ടേഴ്സ് സിറ്റുവേഷൻ 1-2 തവണ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സിംഗപ്പൂർ സ്ട്രേറ്റ് പോലെയുള്ള വളരെ ഇടുങ്ങിയ ചാനലിൽ കൂടി പോകുമ്പോൾ, പ്രത്യേകിച്ച് ചൈനയിലുള്ള റിവർ പാസുകളൊക്കെ പോകുമ്പോഴേക്ക് ചൈനയിൽ വളരെയധികം ട്രാഫിക് ഉള്ളത്, പ്രത്യേകിച്ച് റിവറുകളിലെല്ലാം ഇഷ്ടം പോലെ വളരെയധികം ഈ ചെറിയ ബോട്ടുകളുണ്ട്. അവരെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ്. അവർ മാറിപ്പോകില്ല. അപ്പോഴത്തേക്ക് വളരെ അടുത്ത് വരും. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വളരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എത്ര ദൂരം, അതായത് ക്യാപ്റ്റൻ മുമ്പ് സൂചിപ്പിച്ച പോലെ 30 കിലോമീറ്റർ സ്പീഡിൽ, അതായത് നോട്ടിക്കൽ മൈൽ ഞാൻ കരയിലെ സ്പീഡിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം, ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു കപ്പല് പൂർണ്ണമായിട്ട് നിർത്തണമെങ്കിൽ എത്ര നേരം എടുക്കും? അത് ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കും. അതായത് നമ്മൾ സാധാരണ ഷിപ്പ് നിർത്തുക അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ലാത്തതാണ് ഷിപ്പിന്. അപ്പോൾ എപ്പോഴും നിർത്തുന്നത് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു ഇടപാടാണ്. ബെല്ലുണ്ട്, ബ്രേക്ക് ഇല്ല. നമുക്ക് നിർത്താൻ എഞ്ചിൻ എപ്പോഴും വളരെ പെട്ടെന്ന് ഓടിപ്പോയി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം ഇപ്പോഴുള്ള പുതിയ ഷിപ്പുകളിലെല്ലാം അൺമാൻഡ് എഞ്ചിൻ റൂമാണ്, UMS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എമർജൻസി ഒരു വളരെ എമർജൻസി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എഞ്ചിൻ നിർത്തുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം ഒഴിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം കപ്പൽ സ്റ്റോപ്പ് ചെയ്ത് ആ പ്രൊപ്പല്ലർ കറങ്ങുന്ന നിന്നിട്ട് ബാക്കിലേക്ക് തിരിച്ച് അസ്റ്റേൺ പ്രൊപ്പൽഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെയും അറ്റ്ലീസ്റ്റ് 2 മൈൽ മുന്നോട്ട് പോയിട്ട് ഈ കപ്പൽ നിൽക്കും. സാധാരണ ഒരു വലിയ ഷിപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഓരോ ഷിപ്പിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും വേണ്ടി വരും ഒരു കപ്പൽ പൂർണ്ണമായി നിർത്താനായി. അപ്പൊ കപ്പൽ നിർത്തി അപകടം ഒഴിവാക്കുക എന്നുള്ളത് അസാധ്യമാണ്.
അസാധ്യമല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ പോകുന്ന സ്പീഡ് അനുസരിച്ചിരിക്കും. നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഈ കരയ്ക്ക് അടുത്ത് വരുമ്പോഴേക്ക് നമ്മൾ എൻജിൻ കൺട്രോൾ ചെയ്യാവുന്ന ഒരു അവസ്ഥയുണ്ട്, ചെറിയ കുറച്ച് സ്പീഡുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കടലിൽ ഫുൾ അവേ എന്ന് പറയുന്നത് ഫുൾ സ്പീഡിൽ പോകുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. ഫുൾ സ്പീഡിന്റെ നിങ്ങളുടെ പേരാണ് ഫുൾ അവേ. ഫുൾ അവേ, അതെ. ഓക്കെ, അങ്ങനെയുള്ള കുറെ കോഡ്സ് ഒക്കെ പറഞ്ഞുതരുമോ? പിന്നെ ഇടത്തോട്ട് പോകണമെങ്കിൽ എന്ത് പറയും? നമ്മൾ പോർട്ട് സൈഡ് എന്നാണ് പറയുന്നത്. സ്റ്റാർബോർഡ് സൈഡ് എന്ന് പറയുന്നത് വലത് സൈഡ്. വലത് സൈഡിലാണ്. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ പാഠം ഏതാണ്? പോർട്ട് സൈഡും. അതെ അതെ, പോർട്ട് സൈഡും സ്റ്റാർബോർഡ് സൈഡും. ക്യാപ്റ്റൻ, 24 വർഷം ആഴക്കടലിൽ സർവീസ്, ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് പോയിട്ടുണ്ട്? മിക്കവാറും എല്ലാം കടലും പോർട്ടും ഒക്കെയുള്ള മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഇപ്പോൾ പോകാത്തത് ഏഷ്യയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഏഷ്യയിലെ മിക്കവാറും ജപ്പാൻ, കൊറിയ, ഫിലിപ്പീൻസ്, മലേഷ്യ മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളിലും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പോകാൻ പറ്റാൻ ഒരു സ്ഥലം എന്ന് പറയുന്നത് ന്യൂസിലൻഡ് മാത്രമേ ഉള്ളൂ. ന്യൂസിലൻഡ് പോകാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആദ്യകാലങ്ങളിലൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഷിപ്പുകളിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ അവസാനം കുറെ സീനിയർ ഓഫീസർ ആയതിനു ശേഷം ഈ എണ്ണ ടാങ്കർ മാത്രമാണ്. അപ്പൊ ഞാൻ പോയ ഷിപ്പുകളൊന്നും അങ്ങോട്ട് ട്രേഡിങ് ചെയ്യാറില്ലായിരുന്നു, അതുകൊണ്ട് അവസരം കിട്ടിയില്ല. അത് അങ്ങനെയുള്ളൂ. ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തും പോകുമ്പോൾ ഭാഷ ഒരു പ്രശ്നമായി വരാറുണ്ടോ? ഭാഷ വളരെ വലിയ പ്രശ്നമാണ്. നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ തന്നെ പലതരത്തിലാണ് നമ്മൾ ഓരോ രാജ്യത്തും സംസാരിക്കുന്നത്. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ പതുക്കെ സ്ലോ ആയിട്ടൊക്കെ സംസാരിച്ച ചില ഏഷ്യൻ കൺട്രീസിലൊക്കെ പിന്നെ ചില യൂറോപ്യൻ കൺട്രീസിലൊക്കെ സംസാരിച്ചവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും മനസ്സിലാക്കണമെങ്കിലും നമ്മൾ വളരെ സ്ലോ ആയിട്ട് ഓരോ വേർഡ് ബൈ വേർഡ്. അതിനൊരു ഉദാഹരണം, ഒരു ഷിപ്പ് നമ്മൾ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു സ്ഥലത്തേക്ക്. റിപ്പോർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഉദാഹരണത്തിന് വിൽ ബി അറൈവിംഗ് അറ്റ് സോ ആൻഡ് സോ ടൈം എന്ന് പറയുന്നതിന് പകരം ഷിപ്പ് കമ്മിങ് സോ ആൻഡ് സോ അല്ലെങ്കിൽ 10 o'clock അങ്ങനെ ബ്രോക്കൺ ഇംഗ്ലീഷ് പറയണം. അത് ഓരോ സ്ഥലത്തും നമ്മൾ അതേപോലെ നമ്മൾ ബ്രോക്കൺ ഇംഗ്ലീഷ് അല്ലെ ആ വേർഡിന് മാത്രം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലേ പലർക്കും മനസ്സിലാവും. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ തീരെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യം ഏതാണ്? ഇത് ചൈന വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ചൈനക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടാണ്. അവര് ആക്ച്വലി ഈ മർച്ചന്റ് നേവിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം വലിയൊരു ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് മർച്ചന്റ് നേവിയിൽ അവര് അവരുടെ ചൈനക്കാരെ കൊണ്ടുവരാൻ. പക്ഷേ എന്തോ അവർക്ക് സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞിട്ടില്ല. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കാരെ പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ചൈനക്കാർക്ക് കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുമെന്നാണ്. അതിലെന്തെങ്കിലും സാങ്കത്യം താങ്കളുടെ രംഗത്തുണ്ടോ? മർച്ചന്റ് നേവിയിൽ പല കമ്പനികളും വലിയ വലിയ കമ്പനികൾ ചൈനക്കാരെ പരീക്ഷിച്ചു. പക്ഷെ അവർക്കൊരു ഫെയിലർ. റഷ്യക്കാരെ അവർ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫ്ലെക്സിബിളാണ് ഈ ജോലിയിൽ. പിന്നെ കുറച്ചുകൂടെയൊക്കെ IQ ലെവൽ ബുദ്ധിയുള്ളവരാണെന്ന് പറയാം. മർച്ചന്റ് നേവിയിൽ മലയാളിക്ക് അല്ലെങ്കിൽ ഭാരതീയന് എത്രമാത്രം സ്ഥാനമാണുള്ളത്? അതായത് ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഏതാണ്ടൊരു 19,000 അതിന് മുകളിൽ ആൾക്കാർ മലയാളികൾ മാത്രം പല രാജ്യങ്ങളിൽ പല ഷിപ്പുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 12 ലക്ഷം ആൾക്കാരാണ് ഇപ്പോഴത്തെ കടലിലുള്ളത്. അതിലൊരു 2 മുതൽ 3 ലക്ഷം വരെ ആൾക്കാർ ഇന്ത്യക്കാരാണ്. അതിൽ 50,000 മലയാളികളുണ്ട്. ഏതൊരു ഷിപ്പ് എടുത്താലും ഒരു കീ പൊസിഷൻ, ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ വളരെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു മലയാളി കാണും ഇവിടെ. മലയാളി അവിടെ കഠിനാധ്വാനിയാണോ? ജോലി ചെയ്യാനുള്ള മനോഭാവം ഉണ്ടോ? അതോ? വളരെ കഠിനാധ്വാനി. കാരണം നമ്മുടെ അവിടുത്തെ ഈ കേരളത്തിലുള്ള ഒരു സെറ്റപ്പ് അല്ല അവിടെ ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു സ്വന്തമായിട്ടൊരു അഭിമാനമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോഴും ആ ജോലിയിൽ തന്നെ വളരെ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഹാർഡ് വർക്കിങ്. പിന്നെ കോമൺ സെൻസ് ആണ് നമുക്ക് ഷിപ്പിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. വളരെ വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും ആൾക്കാർക്ക് ചെയ്യാവുന്ന കുറച്ച് നല്ല കോമൺ സെൻസും ഹാർഡ് വർക്കിങ്ങും ആണ് നമുക്ക് വേണ്ടത്. അതിൽ നമ്മൾ വളരെ മികച്ചു നിൽക്കുന്നവരാണ് നമ്മളിവിടെ. ഇത്രയേറെ സൗന്ദര്യം ഈ നാടിന്, അതിലേറെ സന്തോഷം ഈ വീട്ടിലും. ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചത് കോറൽ ഗ്രൂപ്പ് Builders and Developers. The MJ Infrastructure Bangalore, a name with exceptional quality and delivery standards in residential projects. MJ Infrastructure, the lifestyle builder. Log on to mjinfrastructure.com. പായ്ക്കപ്പൽ കയറി മാസിഡോണിയയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിലും ഈ കൊച്ചു കേരളത്തിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി വന്നിട്ടുള്ള
ഒരു ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. ടെക്നോളജി വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഓടിക്കുന്ന ആ കപ്പലും ഈ പായ്ക്കപ്പലും തമ്മിലുള്ള ആ ടെക്നോളജിയുടെ ഒരു വളർച്ച എന്താണ്? ഇപ്പോൾ എല്ലാ വിധത്തിലും ഓട്ടോമേഷനാണ് കൂടുതലുള്ളത്. ഞങ്ങൾ ആദ്യമൊക്കെ ട്രെയിനിങ് തുടങ്ങിയ സമയത്ത് ഒരു 72 പേരുണ്ടായിരുന്ന ജോലിക്കാർ ഉണ്ടായിരുന്ന ഷിപ്പൊക്കെ ഇപ്പോൾ ഒരു 20-22 പേരെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. അത്രയ്ക്ക് ഓട്ടോമേഷനും ടെക്നോളജി മാറിയിട്ടുള്ളതാണ് അതിൻ്റെ കാണിക്കുന്നത്. പിന്നെ അതിനനുസരിച്ച് ഈ ടെക്നോളജി നമ്മൾ ഷിപ്പിൽ മാറുന്നതിനനുസരിച്ച് ട്രാഫിക് മറ്റ് കപ്പലുകൾ ഒരുപാടെണ്ണം കൂടിയിട്ടുണ്ട്. അന്ന് ആകെ ഈ ഒരു പായ്ക്കപ്പലേ കാണുള്ളായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷിപ്പ് കടലിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിറയെ കപ്പലുകളാണ്. അപ്പം നമുക്ക് അങ്ങനെയും ബുദ്ധിമുട്ടുകളുണ്ട്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഈ ഉപകരണങ്ങൾ, GPS, റഡാർ പോലെയുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് വളരെയധികം ഉപയോഗമുള്ളതാണ്. പണ്ടൊക്കെ ശബരിമലയിലേക്ക് പോകുന്നവർ ഒന്നുകിൽ പുലി പിടിക്കും, അല്ലെങ്കിൽ കടുവ കടിക്കും. ആ ഒരു ഭയത്തോടു കൂടിയാണ്, അതായത് പോയാൽ ഒരുപക്ഷെ തിരിച്ചു വന്നേക്കും എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അതുപോലെ ഹജ്ജിനൊക്കെ പോകുന്നവരാണെങ്കിൽ കപ്പലിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനിയും കാണാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു ദുഃഖം കുടുംബക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളൊക്കെ കപ്പലിലേക്ക് പോകുമ്പോൾ ഒരു പേടി ഇപ്പോൾ കുടുംബങ്ങൾക്കുണ്ടോ? അതുപോലുള്ള ഒരു അപകട സാധ്യതകൾ ഇപ്പോൾ ഏത് നിലയിലാണ് നിൽക്കുന്നത്? ഒരിക്കലുമല്ല. പണ്ട് ഇതുപോലെ ആൾക്കാർ ഈ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റു ഭൂഖണ്ഡത്തിലേക്ക് പോകുന്നത് ഒരു പോക്കെന്ന് പറയുമല്ലോ പണ്ട് നമ്മൾ. അതെ, പിന്നെ തിരിച്ചു വന്നാൽ വന്നു, ഇല്ലെങ്കിലില്ല. പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ. ഇപ്പോഴെന്ന് പറയുന്നത് ഒരു 5-7 ദിവസത്തിനുള്ളിൽ അടുത്ത പോർട്ട് എത്തുന്നു. നമ്മൾ ഒരു 15 ദിവസം കിട്ടിയാൽ ഞങ്ങൾ വളരെ സന്തോഷം. 30 ദിവസമൊക്കെ കിട്ടുന്ന അങ്ങനെ ഒരു സെയിലിംഗ് കിട്ടിയാൽ വളരെ സന്തോഷം. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ടിരിക്കുക നമുക്ക്. അപ്പോൾ ഈ കപ്പലുകളിലൊക്കെ ഉൾവശത്തുള്ള സൗകര്യങ്ങൾ ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ടോ, അതോ ഇപ്പോഴും പഴയ പോലെയാണോ? അത് കപ്പലിന്റെ സൈസ് അനുസരിച്ച് മാറും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു VLCC എന്ന് ഞാൻ മുന്നേ പറഞ്ഞു, ഒരു വെരി ലാർജ് ക്രൂഡ് ഗലീവർ, ഒരു വലിയ കപ്പലാണ്. നിറച്ച് എണ്ണ നിറയ്ക്കുന്ന 3 ലക്ഷം 4 ലക്ഷം ടൺ എണ്ണ നിറച്ചിട്ട് കൊണ്ടുപോകുന്ന കപ്പലാണ്. അപ്പൊ അതിലുണ്ടാവുന്ന കൺസ്ട്രക്ഷൻ അതിനനുസരിച്ചായിരിക്കും. കണ്ടെയ്നർ ഷിപ്പ് ആകുമ്പോൾ അതിനനുസരിച്ചായിരിക്കും. നമ്മുടെ ഈ അക്കോമഡേഷൻ മിക്കവാറും ഒക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ കപ്പൽ മേഖലയിലെ സുരക്ഷിതത്വം ഇപ്പോൾ ഏറെ മുന്നേറിയിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ താങ്കൾ സമ്മതിക്കും? വളരെയധികം. ഈ 2005 ശേഷം അതായത് നമുക്ക് പറയാം 97 ശേഷം ഇതിന്റെ ഈ അപകടങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഈ IMO വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനങ്ങൾ ആക്യുറേറ്റ് ആണോ? ഇപ്പോഴൊക്കെ വളരെ നല്ല ഇതാണ്. അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അവിടെ. അതനുസരിച്ച് കപ്പലിന്റെ ഗതി മാറ്റിവിട്ട് രക്ഷപ്പെടാനൊക്കെ ചെയ്യും. ഇപ്പൊ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഈ വെതർ റിലേറ്റഡ് ഡേഞ്ചേഴ്സ് ഒക്കെ വരാറുണ്ട്. ലോകത്തുള്ള എല്ലാ ജലനിരപ്പുകളും ചാർട്ടേഡ് ആണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ അൺചാർട്ടേഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗം ഇപ്പോൾ ലോകത്തുണ്ടോ? ഇന്റർനാഷണൽ വാട്ടേഴ്സ് മിക്കവാറും എല്ലാം ചാർട്ടേഡ് ആണ്. പണ്ടൊക്കെ ഈ കടലിൽ ഈ ചൈനയിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു മാപ്പുമായിട്ടാണ് പോകുന്നത്. ചാർട്ട് പോലും ഇല്ലാതെ ചുമ്മാ അങ്ങ് പോകുന്നു. അവിടെ നിന്നൊരു പൈലറ്റ് വരും, അതിൻ്റെ കൂടെ ഏതാണ്ട് എവറസ്റ്റിന്റെ അടുത്ത് വരെയൊക്കെ നമ്മൾ യാങ്സി റിവറിൽ വന്നിട്ടുണ്ട്. അങ്ങ് പോവാണ്. 2 ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. കണ്ണും കെട്ടിയൊക്കെ പോവാണ് ഒരു പൈലറ്റിന്റെ പുറകെ. പൈലറ്റ് എന്ന് പറയാൻ നമ്മളെ നയിക്കാൻ വേണ്ടി വരുന്ന ഒരു കൊച്ചു ബോട്ടിനാണ് ഈ പൈലറ്റ് എന്ന് പറയുന്നത്. അല്ല, പൈലറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ് മറൈനറാണ്. മിക്കവാറും ഒരു ക്യാപ്റ്റൻ ആയിരിക്കും, അല്ലെങ്കിൽ ചീഫ് ഓഫീസർ എങ്കിലും ആയിരിക്കും. ആ ഭാഗത്ത് അദ്ദേഹം എക്സ്പേർട്ടാണ്. ആ ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം, കറണ്ട് എത്രയുണ്ട്, എത്രത്തോളം ഒഴുക്ക് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ പുള്ളി വന്നിട്ട് ക്യാപ്റ്റന് നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഗൈഡൻസ് ആണ് ഈ ഗൈഡർ. നമ്മൾ പത്രമാസികളിൽ കാണുന്ന ഫാൻഡം, ടാർസൻ അല്ലെങ്കിൽ മാൻഡ്രേക്ക് എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു കാറ്റഗറി ആയിരുന്നു കടൽ കൊള്ളക്കാർ. ഇങ്ങനെ ഈ കണ്ണിലിങ്ങനെ ഒറ്റ സാധനങ്ങളൊക്കെ വെച്ചിങ്ങനെ ഉള്ള ഒരു ഭീകരൻ ഇങ്ങനെ വാളുമൊക്കെ പിടിച്ചിരിക്കുന്നത്. ഈ കടൽ കൊള്ളക്കാരൻ കഥകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ പുതിയ കടൽ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സൊമാലിയയിലെ കടൽ കൊള്ളക്കാർ, അവർ പലരെയും വെടിവെച്ചിടുന്നു, കപ്പൽ കൊള്ളയടിക്കുന്നു. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവസരങ്ങളിലേക്ക് ക്യാപ്റ്റൻ ചെന്നപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ 2011 ഞാനൊരു ഇന്ത്യൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കെനിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്തായിരുന്നു. എവിടെ വെച്ചാണ് അറ്റാക്ക്? അത് സൊമാലിയയിൽ നിന്ന് ഒരു 10-700 മൈൽ ദൂരെ അകലത്തിൽ വെച്ച് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇവർ കുറേ നേരം, രാത്രി ഒരു 1 മണിക്ക് അടുപ്പിച്ചാണ് ഇവർ ഈ കപ്പൽ നമ്മളെ കുറേ നേരം ഫോളോ ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ റേസർ വയർ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്പ്രിങ് ആയിട്ടുള്ള വയറുകൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവർ വന്നിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഹുക്ക് എറിഞ്ഞപ്പോൾ ഈ
മുള്ളിൽ വീണിട്ട് അത് പിടിച്ച് വലിച്ചപ്പോൾ ഇതെല്ലാം കൂടെ ആ ബോട്ടിന്റെ പുറത്തോട്ട് റേസർ വയറെല്ലാം കൂടി അങ്ങ് വീണു. അപ്പം അവർക്ക് അത് വളരെ അസ്വസ്ഥമാണ്. കാരണം അത് എടുത്ത് കളയാതെ എവിടെയെങ്കിലുമൊക്കെ മുറിയെയും പുറത്തൊക്കെ ചുറ്റിപ്പിടിക്കുന്ന ഒരു തരത്തിലുള്ള വേലിയായിരുന്നു അത്. അങ്ങനെ ആയപ്പോൾ ഒരു ബോട്ട് അങ്ങ് പോയി. രണ്ട് ബോട്ടാണ്. ഒരു വലിയ ബോട്ടിൽ വന്നിട്ട് 2 ചെറിയ ബോട്ടുകളാണ് ഇറങ്ങി അറ്റാക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ മറ്റേ ബോട്ട് കുറേയധികം ശ്രമിച്ചു കയറാനായിട്ട്. ഈ അപ്പോൾ വേലി ആൾറെഡി പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലൂടെ കയറാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഷിപ്പ് ആൾട്ടർ ചെയ്ത്, നമ്മൾ കോഴ്സ് ആൾട്ടർ ചെയ്ത്, പിന്നെ വെതർ കുറച്ച് റഫായിരുന്നു. അവർ ചെറിയ ബോട്ടായതുകൊണ്ട് കുറച്ച് അവർക്ക്. പിന്നെ നമ്മൾ ഈ ഷിപ്പിന്റെ സൈഡിലൊക്കെ ഈ വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ ഹോസൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ വെള്ളമൊക്കെ അടിക്കുക. അപ്പോൾ അതൊക്കെ കുറച്ച് ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഭാഗ്യത്തിന്. അപ്പൊ ഒരു സാധാരണ കപ്പലിൽ പോകത്താണെന്നുള്ളതിലൊരു സംശയമാണ്. വലിയ കപ്പലിൽ പോകുന്ന അല്ലെ ഒരു വലിയ കപ്പലിനെ ഈ ചെറിയ ബോട്ടിൽ വരുന്ന കടൽ കൊള്ളക്കാർക്ക് എങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നു? അത് പ്രധാനമായിട്ടും നമ്മുടെ ആയുധങ്ങളൊന്നുമില്ല. നമ്മൾ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് ആയുധം കൊണ്ടുപോകാനുള്ള അവകാശമോ നമുക്ക് അതിനുള്ള പെർമിറ്റോ ഇല്ല. ഇവർ വരുന്നത് ചെറിയ ബോട്ടാകുമ്പോൾ അവർക്ക് നല്ല സ്പീഡുള്ള ബോട്ടുകളാണ്. അപ്പോൾ സൈഡിൽ വന്നിട്ട് ഇവർ ഹുക്ക് എറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏണിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതിന് മുകളിൽ വലിഞ്ഞു കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ആംസ് അമ്യൂണേഷൻസ് ഉള്ളവരായല്ലോ. അപ്പൊ പിന്നെ നമുക്ക് കൈ ഉയർത്തി കീഴടങ്ങല്ലാതെ വേറെ വഴിയില്ല. കപ്പൽ വലുതാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും. അപ്പൊ ഇവര് കപ്പലിൽ പിടിച്ച് കയറിയിട്ട് തൂങ്ങി കയറി വരികയാണ് ചെയ്യുന്നത്. തോക്കുമായിട്ട് വന്നിട്ട് നമ്മളെ കീഴടക്കും. അപ്പോ എന്താണ് അവരുടെ ഡിമാൻഡ്? ഇങ്ങനെ വരുമ്പോ പൈസ, നിങ്ങളുടെ പൈസയാണോ ചോദിക്കുന്നത് അതോ? അത് ഈ സാധാരണ മുമ്പ് ഈ കടൽ കൊള്ളക്കാർ പണ്ടേ ഉണ്ട്. അവർ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അത് ഇന്ത്യ, ഏഷ്യൻ കൺട്രീസിലൊക്കെ, ആഫ്രിക്കൻ കൺട്രീസിൽ പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൈജാക്കിംഗ് ആണ്. അവർ വെറും കടൽ കൊള്ളക്കാരല്ല, അവർ ഷിപ്പ് തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മളെ ഉൾപ്പെടെ തടവുകാരായിട്ട് കപ്പൽ തന്നെ വേണം. പിന്നെ നമ്മളെല്ലാം തടവുകാരായിട്ടും കൂടി പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഷിപ്പ് ഓണേഴ്സിന് കപ്പൽ റിലീസ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ തരണം എന്നുള്ള അതാണ് ഇപ്പം നടക്കുന്നത്. കപ്പലിനുള്ളിൽ കഴിയുന്ന നാവികർക്ക് ഈ വിനോദോപാധികൾക്കായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? അല്ലെ സ്ട്രെസ് റിലീഫ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ പുതിയ കപ്പലുകളിലുണ്ടോ? പ്രധാനമായിട്ടും ടെലിവിഷൻ, മൂവി വാച്ചിങ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഈയിടെയായിട്ട് ഒരു 1-2 വർഷങ്ങളായിട്ട് ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്. മുമ്പൊക്കെ അല്ലെങ്കിൽ പിന്നെ ചെറിയ ഗെയിം, ടേബിൾ ടെന്നീസ് കളിക്കുക, അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ പാട്ടുകളോ നാടൻ പാട്ടുകളോ ഒന്നും പാടണം എന്ന് തോന്നാറില്ലേ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നാട്ടിൽ വരുമ്പോഴേക്കേ ഉള്ളൂ. ക്യാപ്റ്റൻ പാട്ട് പാടിയിട്ടുണ്ടോ? ഞാനോ? ഞാനങ്ങനെ ഇല്ല. വളരെ പാട്ട് പാടിയിട്ടേ ഇല്ല. ഒരു പാട്ടും പാടിയിട്ടില്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാടിയിട്ടുള്ള. ഏത് പാട്ടാണ് പാട്ടില്ല സ്കൂളിൽ പഠിക്കുന്നു? അത് ഏത് പാട്ടാണ് പാടിയിട്ടുള്ളത്? അന്നൊക്കെ കൂടുതലും കവിതകളോട് ഇഷ്ടം. ക്യാപ്റ്റൻ 2 ലൈൻ പറയുമോ? മാനസ സരസിന്റെ തീരത്തു നിന്നോ, ഗന്ധമാദനഗിരിയുടെ താഴ്വരക്കാട്ടിൽ നിന്നോ, കാലത്തിൻ തനൂജകൾ ഋതുകന്യകൾ വന്നുലാളിച്ചു വളർത്തുന്ന പുഷ്പവാടിയിൽ നിന്നോ, മാലമാലയായി മലർമലരായി വിരിയുന്ന മാനത്തെ ഗ്രഹതാരാ സഞ്ചയങ്ങളിൽ നിന്നോ, തെന്നലിൻ ഹിമഗംഗാതരംഗങ്ങളിൽ വർണ്ണസൗരഭം ചുറ്റുമൊഴുകിപ്പരക്കുന്നു. വെരി നൈസ് ക്യാപ്റ്റൻ. അപ്പൊ ക്യാപ്റ്റൻ മാത്രമല്ല കലാകാരനാണ്. കേരളത്തിലെ നിങ്ങളുടെ സംഘടനകൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മുടെ സംഘടനകൾ യൂണിയൻ ആയിട്ടില്ല, പക്ഷേ 1-2 അസോസിയേഷനുകളുണ്ട്. തിരുവനന്തപുരത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ 2012 മറൈനേഴ്സ് ഫോറം ട്രിവാൻഡ്രം എന്നുള്ള പേരിലൊരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാണ് അതിന്റെ നടത്തിപ്പുകാർ സംഘടന? ഞാനും 1-2 പേര്. ഞങ്ങളൊരു ജേക്കബ് കരുവിള എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റ്, ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളാണ് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഇത് തുടങ്ങിയത് തിരുവനന്തപുരം. നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലുള്ള മറൈൻ ഓഫീസേഴ്സിനെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് ഒരു അസോസിയേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ ആദ്യം ഒരു 8-10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 220 ആൾക്കാരുണ്ട്. ഓഫീസേഴ്സ് മാത്രമാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? ഞങ്ങളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജാണ്. ഇനീഷ്യൽ സ്റ്റേജ് ഞങ്ങളെല്ലാവരും തങ്ങളിൽ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഓരോരുത്തരും ഇപ്പോഴും നമ്മുടെ മെമ്പേഴ്സ് ആണെങ്കിലും തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റിയിട്ടില്ല. വളരെ ഷിപ്പിലായിരിക്കും അല്ലെങ്കിൽ. അതെ അതെ. അപ്പോൾ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ വെൽഫെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോകം മുഴുവൻ കണ്ട മലയാളി, ലോകത്തെവിടെയും പോയിട്ടുണ്ട്. പക്ഷേ തിരിച്ച് ഈ മലയാള മണ്ണിലേക്ക് തന്നെ തിരിച്ചു വന്നു, ഇവിടെ താമസിക്കുന്നു. പക്ഷെ ഇനി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും
അത്യാവശ്യം പോകാനുള്ള തൊഴിൽ കൈവശമുണ്ട്, പോകാം. അതെ. പക്ഷെ എങ്കിലും ഇവിടെ ഇത്തിരി പഠിപ്പിക്കലൊക്കെ ആയിട്ട് കഴിയുന്നു. അപ്പൊ ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്നതിന് ലോക മലയാളത്തിന്റെ അകമഴിഞ്ഞ നന്ദി. താങ്ക് യു. ഗമരി ഗമ പമ ഗമരി സ Re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa re ga ma pa ma ga ma re sa. ലോകമലയാളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Coral Group, Builders and Developers. The MJ Infrastructure, Bangalore.